ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിന്റെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജലി അങ്ങനെ ശിവരാമനെ വീട്ടിൽ നിർത്തിയതിനു ശേഷം വേഗം വണ്ടി എടുത്തിട്ട് നേരെ അമ്പാടി കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ആ വഴി ഒന്ന് പാസ് ചെയ്യുമ്പോൾ തന്നെ അവിടേക്ക് അർജുൻ വരുവാട്ടോ. അർജുൻ വണ്ടി നിർത്തി അഞ്ജലി എന്ന് പറയുമ്പോൾ രാജീവ് എത്തിയോ, രാജീവ് നമ്മുടെ പത്മ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഞാൻ അറിഞ്ഞിടോ കാര്യങ്ങളൊക്കെ. എല്ലാത്തിനും കാരണക്കാരി ഞാനാണ്. ഞാൻ അവളെ ഒറ്റക്ക് അവിടെ വിടാൻ പാടില്ലായിരുന്നു. അവൾ ഒറ്റക്ക് വിട്ടതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ കാണുക പത്മ മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി തനിയെ പൊട്ടിക്കരയാണ്. അപ്പൊ അർജുൻ പറഞ്ഞിടോ, ഇത് ആരുടെ കാരണമൊന്നുമല്ല, എന്ത് പറയാനാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, നമ്മൾ ഇങ്ങനെയൊന്നും വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ലല്ലോ എന്ന് പറയണല്ല. താനിപ്പോ എവിടേക്കാ പോകുന്നത്? ഞാൻ ഇപ്പോ അമ്പാടിനെ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. CA ജാഫറാണ് പറഞ്ഞത്. പിന്നെ പത്മയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്, അവിടെ വരെ പോകുകയാണ് എന്ന് പറയുമ്പോഴേക്കും അർജുൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് തന്നെയാണ് പറയാൻ പറ്റിയ അവസരം. ഞാൻ ഇന്നലെ എന്താണ് വരാത്തതിന്റെ കാരണം എന്നുള്ളത് ഇപ്പൊ പറഞ്ഞേ പറ്റൂ. അത് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയണമല്ലോ എന്ന് വെച്ചിട്ട് അർജുൻ പറയുന്നുണ്ട്. എടോ സോറിയടോ, ഇന്നലെ എനിക്കും ഫോൺ എടുക്കാനൊന്നും പറ്റിയില്ല. അതിന് കാരണം എനിക്ക് കൃഷി നടത്താൻ സ്ഥലം പട്ടയത്തിന് തന്ന ആ ഒരു നാരായണൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഭാര്യ ഇന്നലെ രാത്രി മരിച്ചുപോയി. ഞാൻ ഇന്നലെ അവിടെയായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലായത്. പിന്നീട് രാവിലെ എത്തിയപ്പോഴേക്കും അതാ എനിക്കും വരാൻ പറ്റാതിരുന്നത്. ഇനിയിപ്പോ പരസ്പരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, സംഭവിക്കേണ്ടത് സംഭവിച്ചു. താനൊരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിലേക്കല്ലേ, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. ശരി എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വണ്ടി അവിടെ വെച്ചതിന് ശേഷം അർജുന്റെ കൂടെ ആ വണ്ടിയിൽ താറി കയറി അങ്ങോട്ട് പോകുക കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവരാമനെയാണ്. ശിവരാമൻ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്, എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ദേഷ്യത്തിലിരിക്കുകയാണ്. ശേഷം കുഞ്ഞപ്പനും അതുപോലെ തന്നെ മധുവൊക്കെ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ അഞ്ജലിയുടെ വീട്ടിൽ നിന്ന്. എന്തായാലും അടപ്രഥമനേക്കാളും എനിക്കിഷ്ടം ഇത് സേമിയ പായസം സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് പായസത്തിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവർ പറയണ്ടല്ല, ഈ കൊച്ചു വക്കീൽ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴാണ് അവിടെ നമ്മുടെ ശിവരാമൻ ആലിൻ ചുവട്ടിൽ ഇരിക്കുന്ന കാണുന്നത് കേട്ടോ. ദേ ശിവരാമൻ സാറല്ലേ അത്? ചേച്ചി ദേ ശ്യാമളേച്ചി, ദേ ശിവരാമൻ സാർ വന്നു എന്ന് പറഞ്ഞിട്ട് കുഞ്ഞപ്പനും അതുപോലെ തന്നെ മധുവൊക്കെ ശിവരാമന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. സാർ എത്തിയോ? അല്ല അഞ്ജലി പത്മയൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശിവരാമൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതിനുശേഷം ശ്യാമള ഓടി വരുന്നുണ്ട്. നിങ്ങൾ വന്നോ മനുഷ്യ, എവിടെ അഞ്ജലി പത്മ എവിടെ എന്ന് ചോദിക്കുകയാണ്. ശിവരാമൻ ഒന്നും മിണ്ടുന്നില്ല. ശ്യാമള വീണ്ടും ചോദിക്കണ്ടേ, ഞാൻ നിങ്ങളുടെ ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെ കുന്തം പോലെ ഇരിക്കാതെ കാര്യം പറ, അവരെവിടെ? അഞ്ജലിയും അതുപോലെ തന്നെ പത്മ എവിടെ പോയി? പത്മ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവരാമൻ അവിടെ നിന്നിട്ട് നേരെ ഉമ്മറത്തേക്ക് പോയിരിക്കാട്ടോ. അപ്പോഴേക്കും ആര്യം അവിടേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി അമ്മാവ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്യാമള പറയണ്ടോ, എനിക്ക് തോന്നണേ പത്മ മറ്റേ രാജുവിന്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ അമ്പാടി, അവന്റെ വീട്ടില് കുറച്ചു ദിവസം നിന്നത്, ചിലപ്പോ അങ്ങോട്ട് പോയി കാണും, അതായിരിക്കും നിന്റെ അമ്മാവൻ ഇത്ര ദേഷ്യം എന്ന് പറയുമ്പോഴേക്കും ആര്യ പറയണ്ട്, അമ്മായി മിണ്ടാതിരിക്കുക, ഇത് വേറെന്തോ പ്രശ്നമാ, അമ്മാവ കാര്യം പറ, പത്മ എവിടെ? പത്മ എന്താ വരാത്തത്? ഇന്ന് പത്മയുടെ പിറന്നാളാണ്. ദേ അമ്മായി പായസമൊക്കെ വെച്ചിട്ടുണ്ട്, ഞങ്ങളും ഒരു ചെറിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, അമ്മാവും വേണം, അത് പത്മ വരുമ്പോ കയ്യിൽ കൊടുക്കാനായിട്ട്. അല്ല പത്മക്ക് എന്ത് പറ്റി അമ്മാവ എന്ന് ചോദിക്കുകയാണ്. പത്മക്ക് ഇനി എന്ത് പറ്റാനാണ്? നമ്മളെല്ലാരും ഒരു ദിവസം ഒരിടത്തേക്ക് പോവില്ലേ, അവിടേക്ക് പത്മ പോയി, നിങ്ങളൊന്ന് തെളിച്ചു പറ മനുഷ്യ എന്ന് ശ്യാമള പറയുമ്പോ, അതെ പത്മ വരുന്ന വഴിക്ക് ട്രെയിൻ തട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്യാമളയും ആര്യയൊക്കെ അപ്പ തന്നെ പൊട്ടിക്കറിയാട്ടോ. ശ്യാമള ആകെ ഷോക്കായിട്ട് നിന്ന്, ദൈവമേ എന്റെ കൃഷ്ണ ചതിച്ചോ ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ് ശ്യാമള. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കുറുപ്പിനെ ആട്ടോ. കുറുപ്പ് രാഘവനുണ്ണിയെ കാണാൻ വേണ്ടി നമ്മുടെ ശംഖുചക്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. രാഘവനുണ്ണിയുടെ അടുത്ത് കുറുപ്പ് പറയണ്ടോ, ഞാനൊന്നും ചെയ്തിട്ടില്ലടോ, ഞാൻ അയച്ച ഗുണ്ടകൾ ആ ഉണ്ണാക്കന്മാരല്ല ഇത് ചെയ്തത്, എടോ ഞാൻ തന്നോട് എന്തിനാടോ കള്ളം പറയണത്? അപ്പൊ ശിവരാമൻ നമ്മുടെ രാഘവണ്ണി പറയണ്ട്, എടോ താൻ എന്നോട് പറഞ്ഞില്ലേ പത്മ പെണ്ണ് ഇങ്ങോട്ടേക്ക് വരില്ല, കോടതിയിലേക്ക് ഹാജരാവാൻ വരില്ലെന്ന്, പക്ഷെ അതിനർത്ഥം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലടോ. എടോ ഞാൻ സത്യോടെ പറഞ്ഞത് എന്റെ ഗുണ്ടകളല്ല, അവരല്ല ഇത് ചെയ്തത്, ഇത് വേറെന്തോ സംഭവിച്ചു, എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലടോ എന്ന് പറയുമ്പോഴേക്കോ, താൻ വേണ്ട, താൻ ഒന്നും പറയണ്ട, എടോ ഞാൻ പറഞ്ഞ താനൊന്ന് വിശ്വസിക്കേ, ഞാൻ സംശയിച്ചത് തന്നെയാ, ഇത് തന്റെ പ്ലാൻ B ആണോന്ന് വരെ ഞാൻ സംശയിച്ചു. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നോട് പറയാതിരിക്കില്ലല്ലോ എന്ന് നമ്മുടെ രാഘവണ്ണി പറയണ്ട്. അപ്പൊ രാഘവണ്ണി പറയണ്ട്, എനിക്ക് അതിനേക്കാളും ദേഷ്യം തോന്നുന്നത് വേറൊരു കാര്യത്തിലാടോ. എന്താ? എടോ നമ്മുടെ പണ്ടത്തെ ആ ശിവരാമൻ എന്ന് പറഞ്ഞ വക്കീലുണ്ടല്ലോ, നമ്മുടെ പൊതുശത്രു. ശിവരാമനോ? ഏത് ശിവരാമൻ? എടോ താൻ ജയിലിൽ കെട്ടിത്തൂക്കിയില്ലേ ആന്റണി, ആ കേസ് അന്വേഷിച്ച
എസ് ഐ സതീഷിന് ഓർമ്മയുണ്ടോ? അവരുടെ കേസ് തെളിയിക്കാൻ വേണ്ടി കോടതിയിൽ വന്ന ശിവരാമകൃഷ്ണൻ ഓർമ്മയുണ്ടോ? അയാളുടെ മകളാണ് ഈ അഡ്വക്കേറ്റ് അഞ്ജലി. ഇത് കയറുന്ന മുമ്പ് അയാളെന്നെ കണ്ടിരുന്നു, മുഖാമുഖം ഒന്ന് ഒരസിയായിരുന്നു എന്ന് പറയാണ്. അപ്പൊ കുറുപ്പ് പഴയ കാര്യമൊക്കെ ആലോചിക്കുകയാണ്. അന്ന് രാഘവനുണ്ണിയും ശിവരാമനും കൂടി രണ്ടുപേരും വക്കീലായിരുന്ന സമയത്ത് വാക്കുതർക്കങ്ങൾ ഉണ്ടായതും ശിവരാമനെ കോടതി അവിടെ നിന്ന് പുറത്താക്കിയതും എല്ലാം തന്നെ കുറുപ്പ് ആലോചിക്കുകയാണ്. അതിനുശേഷം രാഘവനുണ്ണി പറയണ്ടേ, ഇപ്പൊ അഞ്ജലി എന്താ പറയണെന്ന് അറിയാവോ? നമ്മൾ രണ്ടുപേരും കൂടി ചേർന്ന് ആ പത്മേനെ കൊന്നേന്ന്. കുറിപ്പ് പറയണ്ടേ, നമ്മളതിലൊരു മനസ്സേവില്ലല്ലോ, നമ്മളല്ലല്ലോ അത് ചെയ്തത് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമ്മളെല്ലാം ചെയ്തെങ്കിൽ പോലും അവളെ ബുദ്ധിയുള്ള വക്കീലാണല്ലോ, അവൾ അത് അങ്ങനെ ആക്കി എടുക്കും. അല്ലെങ്കിൽ വക്കീലന്മാർ അങ്ങനെയാണല്ലോ, സംശയത്തിന്റെ പേരിലുള്ള ആൾക്കാരെ അവരെ കുറ്റക്കാരിയാക്കി എടുക്കും. ഇപ്പോ അവള് പറഞ്ഞത് ഞാനും താനും കൂടി ചേർന്ന പത്മേനെ കൊന്നേന്നാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് നമ്മുടെ അനുപമ വരുവാട്ടോ. കാറിലാണ് വരുന്നത്. കാറിൽ നിന്ന് ഇറങ്ങിയ അനുപമ, ഹായ് അങ്കിൾ, കുറുപ്പങ്കിൾ എപ്പോ വന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രാഘവണ്ണി അനുപമയുടെ മുഖത്തൊരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ. അങ്കിൾ എന്ന് പറയുമ്പോൾ കുറുപ്പ് ചോദിക്കണ്ടോ, എടോ താൻ എന്താണ് ചെയ്തത്? എടോ തന്നോട് ഞാനിപ്പോ പറഞ്ഞിടോ, നമ്മുടെ ശിവരാമൻ, ആ ശിവരാമന്റെ മകളാടോള് അനുപമ ശിവരാമകൃഷ്ണൻ, ഇവളുടെ അനിയത്തിയാണ് ആ അഡ്വക്കേറ്റ് അഞ്ജലി എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് രാഘവണ്ണി പറയണ്ടേ, എടി ഇത്രയും നാള് നീ എന്റെ തോളിൽ കയറി ഇരുന്ന് ചെവി തിന്നുമായിരുന്നു അല്ലേ? അയ്യോ അങ്കിൾ ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അങ്കിൾ, ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോഴും കുറുപ്പ് പറയുന്നുണ്ട്, എടോ താൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, ഇവള് നമുക്ക് വേണ്ടി നിന്നുള്ള അർജുന്റെയും അതുപോലെ തന്നെ കാവ്യയുടെ വിവാഹത്തിന് വേണ്ടി അർജുനെ പറഞ്ഞു പറ്റിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്നു. പിന്നെ പത്മ ആ കാർത്തിക് കേസിൽ ആ നിർണായക തെളിവ് ഹാർഡ് ഡിസ്ക് കൊണ്ടുവന്നത് ആരാ? അതൊക്കെ ഇവളാ. അതുകൊണ്ട് ഇവളെ സംശയിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ രാഘവനോട് നമ്മുടെ കുറുപ്പിനോട് പറയുന്നുണ്ട് നമ്മുടെ അനുപമ, അങ്കിളിനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല, ആരാണെങ്കിലും എന്നെ സംശയിച്ചു പോകും. പക്ഷെ അങ്കിൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനിപ്പോ ശിവരാമകൃഷ്ണന്റെ മകളല്ല, ഈ ശംഖുചക്രത്തിന്റെ മരുമകളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാണ്, അല്ലാതെ എനിക്കിപ്പോ ആ വീടായിട്ട് ഒരു കൂറുമില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രാഘവനുണ്ണി നമ്മുടെ അനുപമയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാട്ടോ. ശേഷം കുറുപ്പ് അനുപമയുടെ ചോദിക്കുന്നുണ്ട്, എനിക്ക് അനുപമയുടെ ഒരേ ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, അനുപമക്ക് ഇതിലെന്താ പങ്ക്? ഏതില് പങ്ക്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്കിൾ. പത്മ മരിച്ചു. പത്മ മരിച്ചെന്നോ? അതെ, കൊല ചെയ്യപ്പെട്ടു. സത്യം പറ, അനുപമക്ക് ഇതിലെന്താ പങ്ക്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ അനുപമ ആകെ ഷോക്കായിട്ടിരിക്കാട്ടോ. കാരണം അനുപമയുടെ തലയിൽ കുറ്റിയിടുവാണോ, അത് അനുപമക്ക് എന്തിനു പങ്കുണ്ടോ, അതിനെ കുറിച്ചൊരു ക്ലൂ തന്നിട്ടാണ് അത് ആ ഭാഗം കാണിക്കണം നിർത്തിയത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അർജുനും അഞ്ജലിയും കൂടി നേരെ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ പോയി റിസപ്ഷനിൽ ചോദിക്കേണ്ട അമ്പാടി എവിടെ കിടക്കുന്ന ചോദിക്കുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ മതി എന്ന് പറയാണ്. അർജുനും അഞ്ജലിയും കൂടി നേരെ ലെഫ്റ്റിലേക്ക് അവിടേക്ക് റൂമിലേക്ക് തട്ടുമ്പോഴേക്കും നേഴ്സ് വരുന്നുണ്ട്. വാതിൽ തുറക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, അമ്പാടിയുടെ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് അമ്പാടിനെ കാണണമായിരുന്നു, സോറി പോലീസിന് പെർമിഷൻ ഇല്ലാതെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവര് വാതിലടക്കാണ്. ആ സമയത്ത് അഞ്ജലി അർജുനോട് പറയുന്നുണ്ട്, രാജു ഇവിടെ കേസ് അന്വേഷിക്കുന്നത് CA നന്ദകുമാർ എന്ന് പറഞ്ഞ സാറാണ്. ആ സാർ CA ജാഫർ സാറിന്റെ ക്ലാസ്മേറ്റ് ആണ്, ഉറ്റ സുഹൃത്താണ്. നിയമത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നേരിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ അഞ്ജലി പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന CA നന്ദൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്ദന്റെ അയാൾ അങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോ തന്നെ അഞ്ജലി പറയുന്നുണ്ട്, സർ ഞാൻ അഡ്വക്കേറ്റ് അഞ്ജലി. ഓ മനസ്സിലായി, അഡ്വക്കേറ്റ് അഞ്ജലി. CA ജാഫർ പറഞ്ഞു, ജാഫർ എന്റെ ഒറ്റ സുഹൃത്താണ്. പിന്നെ അഞ്ജലിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ജാഫർ എന്നോട് പറഞ്ഞു കേട്ടോ. അഞ്ജലി, ഈ കേസിൽ ഞാൻ തന്റെ കൂടെ തന്നെ ഉണ്ടാകും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമുക്ക് എങ്ങനെയെങ്കിലും പത്മക്കോ അമ്പാടിക്കോ എന്താ സംഭവിച്ചെന്നു അവർ ഈ അവസ്ഥയിലാക്കിയ ആൾക്കാരെ കണ്ടുപിടിക്കണം. നമ്മുടെ മുമ്പിൽ അതിനുള്ളൊരു വലിയൊരു വഴിയാണ് തുറന്നിട്ടിരിക്കുന്നത്. വേറൊന്നല്ല, അമ്പാടിനെ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പത്മയുടെ പോസ്റ്റ്മോർട്ടം ഇവിടെയാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കേസിന് ഫുൾ ഉത്തരവാദിത്വം എനിക്കാണ്, ഞാൻ തന്റെ കൂടെ ഉണ്ടാകും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് എന്ന് അഞ്ജലി പറയാണ്. സർ പിന്നെ ഇത് രാജു, അമ്പാടിയുടെ സുഹൃത്താണ്. ഞാനും അമ്പാടിയും രാജീവും അതുപോലെ തന്നെ പത്മയും ഒറ്റ സുഹൃത്തുക്കളായിരുന്നു. ഓ അത് ശരി സർ, ഞങ്ങൾക്ക് അമ്പാടിനെ കാണാൻ പറ്റുമോ? അതിനെന്താ, വാ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ CA വാതിൽ മുട്ടുമ്പോഴേക്കും നേഴ്സ് വാതിൽ തുറക്കുന്നുണ്ട്. അമ്പാടിനെ കാണണം. ശരി സർ, കേറി വാ എന്ന് പറയാണ്. അങ്ങനെ അഞ്ജലിയും രാജീവും കൂടി അർജുനും കൂടി കേറുന്നുണ്ട്. അമ്പാടിയുടെ അവസ്ഥ കാണുമ്പോഴേക്കും അഞ്ജലി ആകെ കരഞ്ഞു പോവാട്ടോ. രാജീവും നമ്മുടെ അർജുനും ആകെ ഷോക്ക് ആവാണ്. പോലീസുകാരനോട് അവിടുത്തെ ഡോക്ടർ പറയുന്നുണ്ട്, സർ സോറി ഇപ്പൊ മൊഴി എടുക്കാൻ പറ്റില്ല, അമ്പാടി ഇപ്പോഴും അൺകോൺഷ്യസ് മൈൻഡിലാണ്, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, സ്റ്റഡി ആയിട്ടില്ല, സ്റ്റേബിൾ ആയിട്ടില്ല. നിങ്ങളുടെ മൊഴിയെടുപ്പൊക്കെ അമ്പാടി ഒന്ന് ഓക്കെ ആയിട്ട് മതി, അതുകൊണ്ട് ഇപ്പൊ മൊഴി എടുക്കാൻ പറ്റില്ല. ഓ ശരി എന്ന് പറഞ്ഞിട്ട് CA പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് അഞ്ജലിയുടെ അടുത്ത് പറഞ്ഞിട്ട്, നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട, നമുക്ക് ഈ കേസ് തെളിയിക്കാം. അപ്പോ പത്മേനെ ഇവിടെയല്ലേ പോസ്റ്റ്മോർട്ടം ചെയ്യണത്? അതെ, ഇപ്പൊ മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോ വിട്ടുതരും ഡെഡ് ബോഡി. പിന്നെ പത്മേനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നു കേട്ടോ, കണ്ടാലും മനസ്സിലാവില്ല, ചിന്നിച്ചിതറിയ രീതിയിലായോണ്ടേ എന്ന് പറഞ്ഞിട്ട് CA അവിടുന്ന് പോകുവാണ്. അതൊക്കെ കേൾക്കുമ്പോൾ അഞ്ജലി പൊട്ടിക്കരയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.